കേരള രാഷ്ട്രീയത്തിലെ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഒരു കേസാണ് ഇ.പി. ജയരാജനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസ്. അപ്പോൾ ഇ.പി. ജയരാജനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന കേസ്, ആ കേസിനകത്ത് കെ സുധാകരൻ മുഖ്യ സൂത്രധാരനായി പ്രവർത്തിച്ചു എന്ന ആരോപണം CPM-നുണ്ട്. അങ്ങനെ ഒരു കേസുണ്ടായിരുന്നു. ആ കേസ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ തന്നെ കുറ്റവിമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുധാകരൻ നൽകിയ അപ്പീൽ ഹൈക്കോടതി അനുവദിച്ചിരിക്കുകയാണ്. സുധാകരനെ ഇ.പി. ജയരാജനെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. ആ കേസിൽ അപ്പീൽ നടപടികളുമായിട്ട് പോകും. പ്രോസിക്യൂഷന് ശരിയാവണ്ണം കാര്യങ്ങൾ ധരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇ.പി. ജയരാജന്റെ വാദം. അതേസമയം തനിക്കെതിരെ തന്നെ വ്യക്തിപരമായും രാഷ്ട്രീയമായും ആക്രമിക്കാൻ ദശകങ്ങളായി കൊണ്ടുവരുന്ന ഒരു കേസിൽ ഇപ്പോൾ നിയമപരമായ നീതിപൂർവമായ ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നതാണ് സുധാകരനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പ്രതികരിക്കുന്നത്. അപ്പോൾ ഈ വെടിവെപ്പ് അതുണ്ടാക്കിയിട്ടുള്ള പരിക്ക്, തലയിൽ ഇപ്പോഴും വെടിയുണ്ട ഉണ്ട് എന്നൊക്കെയുള്ള പ്രചരണം, അതേ ചൊല്ലിയുള്ള തർക്കം, വെടിയുണ്ട തലയിലുണ്ട് എന്ന് തെളിയിച്ചാൽ അന്ന് രാഷ്ട്രീയ പ്രവർത്തനം താൻ അവസാനിപ്പിക്കാവുന്ന സുധാകരൻ്റെ വെല്ലുവിളി, അങ്ങനെ വിവിധങ്ങളായ വിവാദ ഘട്ടങ്ങൾ നിറഞ്ഞ ഒരു ചരിത്രമാണ് ഈ കേസിനുള്ളത്. അജിംസ്, ഇപ്പോൾ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരെ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടേയിരുന്ന ഒരു രാഷ്ട്രീയ ആരോപണത്തിന് നിയമപരമായ ഒരു തടയിടാൻ കഴിഞ്ഞു എന്ന ഒരു എഡ്ജെടുക്കാൻ പറ്റിയ ദിവസമാണെന്ന്. അത് സുധാകരനെ സംബന്ധിച്ച് പൊളിറ്റിക്കലി എന്തുമാത്രം ഗുണം ചെയ്യുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അപ്പുറത്ത് എന്തുമാത്രം ലോസ് ഉണ്ടാക്കുന്ന ഒരു വിധിയാണ്? സുധാകരനെ സംബന്ധിച്ച് പൊളിറ്റിക്കലി ഗുണമൊന്നും ഉണ്ടാക്കുന്നൊന്നുമല്ല. പൊളിറ്റിക്കലി അത് പ്രത്യേകം കേൾക്കണം. ലീഗലി അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു കേസിൽ നിന്ന് ഒഴിവാകുന്ന പറഞ്ഞാൽ അത്രയും വക്കീൽ ഫീസ് കുറച്ച് കൊടുത്താൽ മതി. പക്ഷേ പൊളിറ്റിക്കലി എന്ത് ഗുണമാണ് കെ സുധാകരൻ ഞാനല്ല വെടിവെച്ചത് എന്ന് കോടതി കണ്ടെത്തിയെന്ന് പരസ്യമായി പറഞ്ഞത്? അദ്ദേഹം അത്തരം കാര്യങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്ന ഒരാളാണ്. ഇപ്പോൾ സുകുമാർ അഴീക്കോട് ഒരു കാലത്ത് കെ സുധാകരൻ അതിനിശ്ചിതമായി വിമർശിച്ചു. ഗുണ്ടാ രാഷ്ട്രീയമാണ് അദ്ദേഹത്തിൻ്റെത്, അതൊരിക്കലും ഗാന്ധിയൻ ശൈലിയല്ല. അഴീക്കോട് ഒരു ഗാന്ധിയനായിരുന്നല്ലോ. അപ്പോൾ ഇത് കേട്ട് വിഷമം കൂടി സുധാകരൻ എന്ത് ചെയ്തു? സുകുമാർ അഴീക്കോടിനെ നേരെ പോയി കണ്ടിട്ട് സുകുമാർ അഴീക്കോടിൻ്റെ അദ്ദേഹം പറഞ്ഞത്, മാഷ് ഒരു കാര്യം ചെയ്യേ, കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രൊട്ടക്ഷൻ താ, ഞാൻ മാഷ് പറയുന്ന പോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. ഒരു 1.5 മണിക്കൂർ സുകുമാർ അഴീക്കോടിനോട് സംസാരിച്ച് സുധാകരൻ ഇറങ്ങിപ്പോയതിനു ശേഷം അഴീക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞത്, ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകനാണ് അദ്ദേഹം. ഇതാണ്, അതായത് സുധാകരൻ്റെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് CPM-നെ കായികമായി നേരിടുന്ന രാഷ്ട്രീയ നേതാവ് എന്നുള്ള, അതല്ലാത്തൊരു സുധാകരൻ എന്ത് വിലയാണുള്ളത്? കണ്ണൂർ രാഷ്ട്രീയത്തിൽ പോലും വില ഉണ്ടാവില്ല, കേരള രാഷ്ട്രീയം പോട്ടെ. സുധാകരൻ്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആരടാ എന്ന് CPM-കാർ ചോദിക്കുമ്പോൾ ഞാനടാ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ, അങ്ങനെയുള്ള അപൂർവം കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. മറ്റൊരാളുടെ എന്തോ എൻ രാമകൃഷ്ണനോ കണ്ണൂരിലുണ്ടായിരുന്നു. അങ്ങനെ വളരെ കുറച്ച് പേരെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ കണ്ണൂരിൽ കോൺഗ്രസ് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ബോംബിനെതിരെ ബോംബുണ്ടാക്കുക. കണ്ണൂർ DCC ഓഫീസിൽ ഞങ്ങൾ 3 തരം ബോംബാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് ഇന്ത്യ ടുഡേയുടെ ലേഖകന് മുമ്പിൽ ഫോട്ടോ എടുക്കാൻ വെച്ചു കൊടുത്തവരാണ് കോൺഗ്രസ്സുകാർ. അതായത് അതിലൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയമായ നേട്ടമൊന്നും സുധാകരനില്ല. അത്രയും ഈ 96 ഏപ്രിൽ 12 മറ്റോ നടന്ന സംഭവമാണ്. 2 പേര് ഇ.പി. ജയരാജൻ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ആന്ധ്രാപ്രദേശിൽ വെച്ചിട്ട് ഇങ്ങനെ വെടിവെക്കുന്നു. ഓങ്കോൾ കോടതിയിലോ മറ്റാണ്, അവിടെയാണ് പോലീസ് കേസെടുത്ത്. ഓങ്കോൾ കോടതിയിലോ മറ്റായിരുന്നു കേസുണ്ടായിരുന്നത്. ആ കേസിലെ വെടിവെച്ചവർ പിടിക്കപ്പെട്ട 2 പേർ മലയാളികളാണ്. ആ മലയാളികളെ 2 പേരെയും വിചാരണ കോടതി, ആന്ധ്രയിലെ കോടതി തന്നെ വെറുതെ വിട്ടു. അപ്പോൾ ഈ കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തി മറ്റൊരു കേസ് കേരളത്തിലുണ്ടായിരുന്നു. ആ കേസിൽ നിന്ന് അവരെ വിട്ടയച്ച സ്ഥിതിക്ക്, അത് യഥാർത്ഥ ക്രൈം ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ ഗൂഢാലോചന ഇല്ലല്ലോ. അപ്പോൾ എന്നെ കുറ്റവിമുക്തനാക്കണം എന്ന് പറഞ്ഞ് സുധാകരൻ 2016 കൊടുത്ത ഹർജിയിലാണ് ഇപ്പോൾ 2024 ഈ വിധി വരുന്നത്. അപ്പോൾ അതൊരു നീണ്ട കാലത്തെ പ്രോസസ്സാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. 2 വെടിയേറ്റു ഇ.പി. ജയരാജൻ എന്നുള്ളത് ശരിയാണ്. പക്ഷേ അദ്ദേഹത്തെ വെടിവെച്ച ആൾക്കാരെ വിട്ടയച്ചു, ഗൂഢാലോചന നടത്തി സുധാകരനെയും ഇപ്പോഴും വിട്ടയച്ചു. അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ സുപ്രീം കോടതിയിൽ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ വെടിവെച്ചവർക്കെതിരെ പുനർവിചാരണയ്ക്കോ പുനരന്വേഷണത്തിനോ ജയരാജൻ സുപ്രീം കോടതിയിൽ പോകും. അതൊരു പ്രശ്നമാണ്. ഇന്ന് ഇ.പി. പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ സുപ്രീം കോടതി പോകും അപ്പീലുമായി എന്നാണ്. പക്ഷേ യഥാർത്ഥ പ്രതികൾ വിട്ടയച്ചു കോടതി. അവർക്കെതിരെ നടപടിയൊന്നുമില്ല. പിന്നെ എന്താണ് സുധാകരനെതിരെ നടപടി? ഇതാണ് ഒരു പ്രശ്നം. ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഏറ്റവും രസകരമായ കാര്യം, ഈ ജയരാജന്മാരെ വിശേഷിപ്പിക്കുമ്പോൾ തലയിൽ ഉണ്ടയുള്ള ജയരാജൻ എന്നായിരുന്നു പലരും കളിയൊക്കെ ഉണ്ടെന്ന് ഇ.പി. ജയരാജന്. എന്ന് മാത്രമല്ല, ഈ അദ്ദേഹത്തിൻ്റെ ശിരസിൽ ഉണ്ടയുണ്ട് എന്നുള്ളത് ഒരു രാഷ്ട്രീയ അവകാശവാദമായി പോലും CPM-ഉം അദ്ദേഹം തന്നെയും പലവട്ടം ഉന്നയിക്കപ്പെടുകയായിരുന്നു. പിന്നീട് സുധാകരൻ വെല്ലുവിളിച്ചു അദ്ദേഹത്തെ, ആ ഉണ്ടെന്ന് തെളിയിക്കുകയാണ് ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിക്കാമെന്ന്. അതിനുശേഷമാണ് ഇത് അധികം പറയാണ്ടായത്, ഇവിടെ ഉണ്ടേരിപ്പുണ്ടെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ എനിക്ക് ആക്ച്വലി ഒരു പുതിയ തലമുറയ്ക്ക് ഈ പറയുന്ന അവകാശവാദങ്ങളോ വെല്ലുവിളികളോ ആർപ്പുവിളികളോ ആർത്തനാദങ്ങളോ അട്ടഹാസങ്ങളൊന്നും താല്പര്യമില്ല. ഇതൊരു പഴയ തലമുറയുടെ രാഷ്ട്രീയമാണ്. ഇത് ഞാൻ തല്ലിയിട്ടുണ്ട്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ല, പിണറായി വിജയൻ പ്രത്യേക ആക്ഷൻ അങ്ങനെയൊക്കെ പറയുന്നത് ഒരു പഴയ തലമുറയുടെ രാഷ്ട്രീയമാണ്. അതിനൊക്കെ പുതിയ തലമുറയ്ക്ക് വല്ല താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇതൊരു നീണ്ട കാലത്തൊരു ലീഗൽ ഫൈറ്റ് അവസാനിക്കുന്നു എന്നതിനപ്പുറം ഒരു വെടിയേറ്റു എന്നുള്ളത്, ഇ.പി. ജയരാജൻ വെടിയേറ്റു എന്നുള്ളത് ശരിയാണ്. അതിനപ്പുറം ഈ ഒരു വിട്ടയക്കപ്പെട്ടതിൽ എന്തെങ്കിലും രാഷ്ട്രീയമായ പ്രത്യേകതയോ ഒന്നുമില്ല. ഒരു ലീഗൽ ബാറ്റിൽ, നീണ്ട കാലത്ത് ലീഗൽ ബാറ്റിൽ അവസാനിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ
ജയരാജന് വെടിയേറ്റു എന്ന് പറയുമ്പോൾ ഓങ്കോളിൽ വെച്ചാണ് അദ്ദേഹത്തിന് വെടിയേറ്റ്. ഓങ്കോൾ എന്ന് പറഞ്ഞാൽ വിജയവാഡയ്ക്കടുത്തുള്ള സ്ഥലമാണ്. അദ്ദേഹം ചണ്ഡീഗഡിൽ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വെടിയേറ്റു എന്നുള്ള വസ്തുതയാണല്ലോ. അതിൽ മലയാളികളായിട്ടുള്ള പ്രതികളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ണൂരിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ അദ്ദേഹത്തെ കൊല ചെയ്യാൻ അന്ന് ചുരുങ്ങിയത് അദ്ദേഹത്തിന് മുറിവുണ്ടാക്കാനാണ്. വെടിവെക്കുന്നത് മുറിവുണ്ടാക്കാനായിരിക്കില്ല, കൊല ചെയ്യാൻ തന്നെയായിരിക്കും. ഇങ്ങനെ അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്ന് കേരളത്തിന് പുറത്തുള്ളൊരു നഗരത്തിൽ വെച്ച് ട്രെയിനിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു വെടിവെച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു വല്ലാത്തൊരു പകയുടെ രാഷ്ട്രീയമാണെന്നുള്ളതാണ്. ഇത് എന്തെങ്കിലും കേരളത്തിലെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ പേരിലൊന്നും ആയിരിക്കില്ലല്ലോ. കണ്ണൂരിലെ ഈ പകരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ഈ കണ്ണൂരിൽ ഈ പകരാഷ്ട്രീയം, പകപോക്കൽ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ സാധാരണഗതിയിൽ അധികം ചർച്ച ചെയ്യാത്ത കുറേ കഥകളുണ്ട്. ഈ ചാവശ്ശേരി ബസ് തീവയ്പ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. 1960 അന്ന് ചീഫ് മിനിസ്റ്റർ സി അച്യുതമേനോനാണ്, CPIയുടെ നേതാവാണ്. അതിന് മുമ്പുള്ള സപ്തകക്ഷി EMSൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ പൊളിയുന്നു. അതിനുശേഷമാണ് ഈ പുതിയ മന്ത്രിസഭ. 67 സപ്തകക്ഷി. അതെ, അത് 69 പൊളിയുന്നത്. 70 ഈ ചാവശ്ശേരി സംഭവം നടക്കുന്നത്. അപ്പോൾ അന്ന് എന്താ സംഭവിച്ചാൽ EMS മന്ത്രിസഭയുടെ കാലത്ത് ഈ ബാവയായിരുന്നു, ഇമ്പിച്ചി ബാവയായിരുന്നു ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ. അദ്ദേഹം ഈ കുറേ അധികം ആളുകളെ നിയമിച്ചു, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ നിയമിച്ചു. ബാവ റിക്രൂട്ട്മെൻ്റ് എന്നൊക്കെ, ഇമ്പിച്ചി ബാവ റിക്രൂട്ട്മെൻ്റ് എന്നൊക്കെ അതിനെക്കുറിച്ച് പരിഹസിച്ച് പറയാറുണ്ട്. പുള്ളി സിഗരറ്റ് കൂടുതൽ എഴുതി കൊടുക്കുന്ന ആളുകൾക്കൊക്കെ ജോലി കൊടുത്തു എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അവരെ പിരിച്ചുവിടാൻ പുതിയ മന്ത്രിസഭ തീരുമാനിക്കുന്നു. അപ്പോൾ അതിനെതിരെയാണ് ട്രാൻസ്പോർട്ട് സമരം CPIM പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് സമരത്തിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്പോർട്ട് ബസ്സുകൾ തടയുന്നു. എന്നിട്ട് അവിടെ ഈ ചാവശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് തടഞ്ഞിട്ട് തീ വെക്കുകയാണ്. യാത്രക്കാരുള്ള ബസ്സിന് തീ വെക്കുകയാണ്. അപ്പം അന്ന് ഈ KSRTC ബസ്സിന് ഒരു ഡോറേ ഉണ്ടാവുള്ളൂ, പിറകിൽ ഒരു ഡോറാണ് ഉണ്ടാകുക. എന്നിട്ട് ഈ ബസ്സിന് തീ വെച്ചിട്ട് പുറത്തിറങ്ങാൻ സാധിക്കാതെ അതിനകത്ത് വെച്ച് തന്നെ ഒരാൾ വെന്ത് മരിക്കുന്നുണ്ട്. പിന്നെ പുറത്തിറങ്ങിയിട്ട് വേറെ 3 ആളുകൾ, 4 കുറേ ആളുകൾക്ക് പരിക്കുമെന്നു. പരിക്കുവെച്ചാൽ പൊള്ളലേൽക്കുകയാണിത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാഷ്ട്രീയ ബന്ധവുമില്ലാത്ത ഒരു KSRTC ബസ്സിലെ യാത്രക്കാരായിട്ടുള്ള ആളുകളെ ബസ് തടഞ്ഞ് അവർക്ക് ബസ്സിന് തീ വെക്കണേ, ഇവർ ഇറങ്ങിയിട്ടൊന്ന് തീ വെച്ചാൽ പോരെ. അവർക്ക് ഇറങ്ങാനുള്ള സാവകാശം പോലും കൊടുക്കാതെ തീ വെച്ച് മനുഷ്യരെ പച്ചക്ക് ചുട്ടുകൊന്ന രാഷ്ട്രീയം അത് കണ്ണൂരിലുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിലാണ് അത് നടന്നിട്ടുള്ളത്. ഇനി 87 വേറൊരു കഥയുണ്ട്. 87 ചീമേനി കൂട്ടക്കൊല നടക്കുന്നത്. ചീമേനി കൂട്ടക്കൊല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 CPMകാരാണ് കൊല്ലപ്പെടുന്നത്. ആരാണ് പ്രതികൾ? കോൺഗ്രസ്സുകാർ. അപ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് വൈകുന്നേരം പാർട്ടിക്കാരൊക്കെ കൂടി അവിടെ ചീമേനിയിൽ ആഫീസിൽ ഇതിൻ്റെ കണക്കുകൾ കൂട്ടാനും കിഴിക്കാനൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ആക്രമിക്കപ്പെടുന്നു. ഓഫീസിൽ കുറേ ആളുകൾ ഓഫീസിൽ പാഞ്ഞു കയറുന്നു. ഓഫീസ് പുറമേ നിന്ന് പൂട്ടുന്നു. ജനലിലൂടെ തീ അകത്തേക്ക് ഇടുന്നു. വീണ്ടും ഇറങ്ങി ഓടിയ ആളുകളെ വെട്ടുന്നു. അങ്ങനെ 5 CPIM പ്രവർത്തകരാണ് വിത്തിൻ അവേഴ്സ് അവിടെ കൊല്ലപ്പെടുന്നത്. അതിലെന്താ സംഭവിച്ചതെന്നറിയോ? അതിൽ സർവ്വ പ്രതികളെയും വെറുതെ വിട്ടു. മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിടുകയാണ് ചെയ്തത്. ഈ വെറുതെ വിട്ട പ്രതികളിൽ 3 പേർ പിന്നീട് പല സമയങ്ങളായിട്ട് കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നോക്കുക. ഇലക്ഷൻ്റെ അനുബന്ധമായിട്ട് കുറേ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പ് പോളിംഗ് നടന്ന ദിവസം വൈകുന്നേരം 5 പേർ കൊല്ലപ്പെടുന്നു. പിന്നീട് ആ 5 പേര് കോടതി വെറുതെ വിടുന്നു. കോടതി വെറുതെ വിട്ടവരെ വെട്ടിക്കൊല്ലുന്നു. ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം തുടങ്ങിയ ശേഷമാണ് CPM പ്രവർത്തകൻ ബോംബുണ്ടാക്കി കൊല്ലപ്പെടുന്നത്. അടുത്ത ആഴ്ച ബോംബുണ്ടാക്കുമ്പോൾ കൊല്ലപ്പെട്ട 2 ആൾക്ക് വേണ്ടിയുള്ള രക്തസാക്ഷി മണ്ഡപം പാർട്ടി സെക്രട്ടറി തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അജിൻസ് പറഞ്ഞാൽ ഈ ഒരു മടുപ്പിക്കുന്ന രാഷ്ട്രീയം, ഇതൊക്കെ ഇവരൊക്കെ ഭയങ്കര ജനാധിപത്യവാദികൾ, പുരോഗമനവാദികൾ ഒക്കെയാണ്. ഇതിനെ വിമർശിക്കുന്നവർ ആണ് കുഴപ്പക്കാർ. ഈ വഷളൻ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ച ആ കഥയിലെ ഒരു കഥ എന്നുള്ളതിലപ്പുറം ഒരു പ്രസക്തി എന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. യെസ്, അങ്ങനെ നീണ്ട കാലത്തെ ഒരു നിയമയുദ്ധം അവസാനിക്കുന്നതിനപ്പുറത്തേക്ക് പുതിയ കേരളത്തിനെ സംബന്ധിച്ചതൊരു ഒരു എപ്പിസോഡല്ല, ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് അല്ല.